ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ബീങ് ഹെൽത്തി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്റർ പേരെന്താണ്? ബീങ് ഹെൽത്തി അല്ലേ? നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ബി ഹാപ്പി. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മൾ എന്താവും? നല്ല ഹാപ്പി ആവും അല്ലേ? നമുക്ക് നല്ല സന്തോഷമായിരിക്കും. വാട്ട് ഡു യു ഡു ടു സ്റ്റേ ഹെൽത്തി? ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നൗ ലെറ്റ്സ് റീഡ് എ പോയം അബൌട്ട് ബീയിങ് ഹെൽത്തി ആൻഡ് ക്ലീൻ. ഹെൽത്തിയായും ക്ലീനായും ഇരിക്കാനുള്ളൊരു പോയമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്തെല്ലാം ചെയ്യണം മക്കളെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ? എന്നും ബ്രഷ് ചെയ്യണം, കുളിക്കണം അല്ലേ? നല്ല വസ്ത്രം ധരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കും അല്ലേ? നോക്കൂ നമ്മുടെ പോയം എന്താണ് പറയുന്നതെന്ന്. ബീങ് ഹെൽത്തി. മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. They look and taste much better, but I hate it when she is right. Dad says I have to take a bath and wash my body well. I do feel nice and clean and fresh, but now he is right as well. My brother says I have to wash my hands to keep them clean. He is right. My fingers feel so good without dirt in between. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. എന്താ പറയുന്നേ? Mom says I have to brush my teeth in the morning and night. അമ്മ എന്നോട് പറയും രാത്രിയും രാവിലെയും ബ്രഷ് ചെയ്യണം എന്ന്. പല്ല് നന്നായിട്ട് വൃത്തിയാക്കണം. എപ്പോഴൊക്കെ? രാവിലെയും രാത്രിയും. എന്നാരാ പറയുന്നേ? അമ്മ പറയും. They look and taste much better, but I hate it when she is right. ഞാൻ 2 നേരവും ബ്രഷ് ചെയ്താൽ പല്ലുകൾ എന്താവും? പല്ലുകൾ കാണാനും ബെറ്റർ ആയിരിക്കും, അതുപോലെ ടേസ്റ്റും ബെറ്ററാണ്. പക്ഷേ എനിക്ക് അമ്മ പറയുമ്പോൾ അമ്മ പറയുന്നത് ശരിയാണല്ലോ, അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്കൊരു മടിയാണ്, അല്ലെങ്കിൽ എനിക്കതൊരു വെറുപ്പാണ്. അമ്മ ശരി പറയുമ്പോൾ എനിക്കത് പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. Dad says I have to take a bath and wash my body well. അച്ഛൻ എന്താ പറയുന്നത്? ഞാൻ എന്നും കുളിക്കണം, എൻ്റെ ശരീരം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ്. അങ്ങനെ ചെയ്താൽ എന്താവും? എനിക്ക് ക്ലീനായും ഫ്രഷായും ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് നൗ ഹീ ഈസ് റൈറ്റ് ആസ് വെൽ. പക്ഷേ എന്താണ്? അച്ഛൻ ശരിയാണല്ലോ പറയുന്നത്, അത് സമ്മതിച്ചു കൊടുക്കാനൊരു മടി. My brother says I have to wash my hands to keep them clean. എൻ്റെ ബ്രദർ പറയും ഞാൻ എൻ്റെ കൈകൾ എപ്പോഴും കഴുകണം, എങ്കിൽ മാത്രമേ അത് ക്ലീൻ ആവുള്ളൂ എന്ന് പറയും. ഹീ ഈസ് റൈറ്റ്. ബ്രദർ ശരി തന്നെയാണ് പറയുന്നത്. മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ് വിത്തൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ ഞാൻ എപ്പോഴും കൈ കഴുകുമ്പോൾ എൻ്റെ വിരലുകൾക്ക് എന്താണ്? ഒരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം അതിനിടയിൽ അഴുക്കില്ല, ഡേർട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നല്ല ഫീല് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എൻ്റെ സിസ്റ്റർ എന്നോട് പറയും എല്ലാ ദിവസവും വെജിറ്റബിൾസ് കഴിക്കണമെന്ന്. ഷീ ഈസ് റൈറ്റ്. ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. അവൾ പറഞ്ഞത് ശരിയാണ്. വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ എനർജി കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി എനർജറ്റിക് ആവുന്നുണ്ട്. ഇതാണ് ആ കവിതയിൽ പറയുന്നത്. ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് കേട്ടോ പറയുന്നത്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി നോക്കൂ, നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹെൽത്തി ഹാബിറ്റ് ഡസ് ഈച്ച് ഫാമിലി മെമ്പർ ഇൻ ദ പോയം സജസ്റ്റ്? ഓരോ ഫാമിലി മെമ്പേഴ്സും എന്തെല്ലാം ഹെൽത്തി ഹാബിറ്റാണ് പറയുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് ചോദ്യം. മോം എന്താ പറഞ്ഞേ?
വി ഹാവ് ടു ബ്രഷ് അവർ ടീത്ത് ഇൻ മോർണിംഗ് ആൻഡ് നൈറ്റ്. നമ്മളെന്നും രാവിലെയും രാത്രിയും എന്ത് ചെയ്യണം? നമ്മുടെ പല്ലുകളൊക്കെ ബ്രഷ് ചെയ്യണം അല്ലേ? ഡാഡ് എന്താ പറഞ്ഞേ? വി ഹാവ് ടു ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് അവർ ബോഡി വെൽ. നമ്മളെന്നും കുളിച്ച് നമ്മുടെ ശരീരം വൃത്തിയാക്കണം. ബ്രദർ എന്താ പറഞ്ഞേ? വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. നമ്മൾ നമ്മുടെ കൈകളെപ്പോഴും വാഷ് ചെയ്യണം, എങ്കിലേ അത് ക്ലീൻ ആയിരിക്കുള്ളൂ. സിസ്റ്റർ എന്താ പറഞ്ഞേ? വി ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് എവറി ഡേ. ഇറ്റ് ഗീവ്സ് അസ് എനർജി ടു റൺ, വാക്ക് ആൻഡ് പ്ലേ. നമ്മളെന്നും വെജിറ്റബിൾസ് കഴിക്കണം, എങ്കിലേ നമുക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയുള്ള എനർജി കിട്ടുകയുള്ളൂ. ഇത്രയുമാണ് അവർ സജസ്റ്റ് ചെയ്തത് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ഹെൽത്തി ഹാബിറ്റ്സ് മെൻഷൻഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഹെൽത്തി ഹാബിറ്റ്സ് അഥവാ നല്ല ശീലങ്ങൾ എന്തെല്ലാമാണ്? ബ്രഷ് അവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്, ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് അവർ ബോഡി വെൽ, wash our hands to keep them clean, eat some vegetables every day to get more energy. Next നോക്കൂ, activity 1. Read the following lines. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. Now add 4 lines in the space given below. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സ്ട്രാ 4 വരി കൂടി ചേർക്കാനാണല്ലേ. ഇവിടെ നോക്കൂ. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു. എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. എന്തായിരിക്കും ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് ഏതെങ്കിലും ഒരു ഗുഡ് ഹാബിറ്റ് എഴുതാലോ. നോക്കൂ, ഞാനിവിടെ സ്റ്റഡി എ ലോട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ വായിച്ചു നോക്കാലോ. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു സ്റ്റഡി എ ലോട്ട്. എൻ്റെ ഫ്രണ്ട് എന്നോട് പറയും നമ്മൾ ഒരുപാട് പഠിക്കണമെന്ന്. ടു ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഷീ ഈസ് റൈറ്റ്. അവൾ ശരിയാണ്. ഐ ഫീൽ സോ സ്മാർട്ട് ആൻഡ് നോ ദ അൺനോയിങ് തിങ്സ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി സ്മാർട്ടായിട്ടുണ്ട്, അതുപോലെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 2. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കളർ ദ ഹെൽത്തി ഫുഡ് ഐറ്റംസ്. നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഹെൽത്തി ഫുഡ്സിന് മാത്രം നമ്മൾ കളർ ചെയ്യണം. Then list the healthy food and unhealthy food in the space given below. അത് കളർ ചെയ്തതിന് ശേഷം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഹെൽത്തി ഫുഡുകളും അൺഹെൽത്തി ഫുഡുകളും നമുക്ക് താഴെ തന്നിട്ടുള്ള ആ ടേബിളിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഏതെല്ലാമാണ് മക്കളെ ഹെൽത്തി ഫുഡ്സ്? യെസ്, ആപ്പിൾ, പിന്നെ സ്പിനാച്ച് ഉണ്ടല്ലോ അവിടെ, അതുപോലെ കോക്കനട്ട് ഉണ്ട്. അത് 3 നമ്മൾ കളർ ചെയ്യണം. പിന്നെ അൺഹെൽത്തിയോ? ബർഗർ ഉണ്ട്, പിസ്സ ഉണ്ട്, പിന്നെ ജിലേബി ഉണ്ട് അല്ലേ. അപ്പം അത് 3 അൺഹെൽത്തി ആണ്. അത് നമ്മൾ കളർ ചെയ്യാതെ ഹെൽത്തി മാത്രം കളർ ചെയ്യാം. നോക്കൂ, ടീച്ചർ ഇവിടെ ഹെൽത്തി ഫുഡ്സിന് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും കളർ ചെയ്തിട്ടില്ല. അതുപോലെയാണ് മക്കൾ ചെയ്യേണ്ടത്. ഇനി നോക്കൂ, ഹെൽത്തി ഫുഡ്സൊന്നും അൺഹെൽത്തി ഫുഡ്സും തന്നിട്ടുണ്ട് അല്ലേ. ഹെൽത്തി ഫുഡ്സിന് നെയിംസ് അവിടെ എഴുതാം, അൺഹെൽത്തി ഫുഡ്സിന്റെ നെയിംസ് അവിടെ എഴുതാം. ഹെൽത്തി ഫുഡ്സിൽ ടെൻഡർ കോക്കനട്ട്, ആപ്പിൾ ആൻഡ് സ്പിനാച്ച്. അൺഹെൽത്തി ഫുഡിൽ പിസയും ബർഗറും ജിലേബിയാണ് ഉള്ളതല്ലേ. അവസാനമായിട്ട് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ആണ്. ബ്രിങ് എ വെറൈറ്റി ഓഫ് ഹോംലി ഫുഡ് ഐറ്റംസ് ആൻഡ് കണ്ടക്ട് നാടൻ ഭക്ഷ്യമേള in your school. Prepare the recipe and share with the visitors. Collect the pictures of various food items. Prepare an album. മക്കളോട് സ്കൂളിൽ നാടൻ ഭക്ഷ്യമേള ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളോട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനാണ് പറയുന്നത്. മക്കൾ സ്കൂളിൽ വെച്ച് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ. ചെറിയൊരു ചാപ്റ്ററാണ്. ആക്ടിവിറ്റീസ് ഒക്കെ മക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്